സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പാലത്തറയിലെ ഭൂമി വീണ്ടും വിവാദത്തിലേക്ക്. പ്രദേശത്തെ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരസഭ മുൻ സെക്രട്ടറിയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ് വിവാദം. സെക്രട്ടറിയെ ചെയ്യാത്ത തെറ്റിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് മുൻ നഗരസഭാ ചെയർമാനും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ കെ നാസർ. കോട്ടക്കൽ മുൻ നഗരസഭാ സെക്രട്ടറിയും നിലവിൽ ഏറ്റുമാനൂർ നഗരസഭാ സെക്രട്ടറിയുമായ എം സുഗതകുമാറിനെ അന്വേഷണ വിധേയമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് കോട്ടക്കലിൽ വീണ്ടും പാലത്തറ ഭൂമി വിഷയം പുകയുന്നത്. 2020-21 നഗരസഭാ പരിധിയിലെ കോട്ടക്കുളത്ത് ഭവനരഹിതർക്ക് വീട് വെക്കാൻ നീക്കിവെച്ച 74 സെന്റ് സ്ഥലം തരം മാറ്റി റോഡ് നിർമ്മിച്ചെന്ന ആരോപണം ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കേസെടുക്കുകയും ചെയ്തു. കേസിൽ ഒന്നാം പ്രതിയായ സുഗതകുമാർ സർവീസിൽ തുടരുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന വിജിലൻസ് ഡയറക്ടറുടെ പരാമർശത്തെ തുടർന്നാണ് സസ്പെൻഷൻ നടപടികൾ നടന്നത്. എന്നാൽ സെക്രട്ടറിയായ സുഗതകുമാർ ഒരു ഫയലിൽ പോലും ഒപ്പിട്ടിട്ടില്ലെന്നും ഈ വിഷയത്തിൽ CPIM രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുൻ നഗരസഭാ ചെയർമാനും നിലവിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ കെ നാസർ നവ ന്യൂസിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ UA ബീരാൻ സാഹിബിൻ്റെ കാലത്ത് 1974 അന്നത്തെ കാലത്ത് സ്ഥലം വാങ്ങുകയും അന്നത്തെ കാലത്ത് സ്ഥലം വാങ്ങി ഇതുവരേക്ക് അതിന്മേ ഈ SC ആളുകൾക്കുള്ള രീതിയിലുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണസമിതികൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യമായിട്ടോ ആളുകൾ വരാത്തതുകൊണ്ടോ അറിയില്ല, അത് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്കിൽ 100 കണക്കിന് വീടുകൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ബാക്കിൽ ആളുകൾ 100 കണക്കിന് വീടുകൾ ഉണ്ടാക്കുകയും ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിരുന്നു ഇതിലേക്കുള്ള ബാക്കിലേക്ക് പോയിരുന്നത്. ഈ സ്ഥലത്തിനെ 2ആയി ഭാഗിച്ചുകൊണ്ട് നടുവിലൂടെ കോട്ടക്കൽ നഗരസഭയുടെ സ്ഥലം മാത്രം എടുത്തുകൊണ്ട് ആയിരുന്നു റോഡുകളുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതി ഞങ്ങൾ ആലോചിച്ചു, റോഡ് സ്ഥിരമായിട്ട് റോഡ് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു. CPMൻ്റെ ആളുകൾ അടക്കം താഴെ സ്ഥലത്ത് കൂടെ റോഡ് പോയാൽ മതി എന്നുള്ള തീരുമാനം എടുക്കുകയും താഴത്തെ ഭാഗത്തുകൂടെ റോഡ് ഉണ്ടാക്കുകയും ചിൽഡ്രൻസ് പാർക്കോട് ചേർത്ത് ഉണ്ടാക്കുകയും ഈ വിഷയമൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചർച്ച ചെയ്തപ്പെട്ടാണ്. ഈ ചിൽഡ്രൻസ് പാർക്ക്, റോഡ്, ഈ സ്ഥലം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചർച്ച ചെയ്യുകയും 2016-17 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ റോഡിൻ്റെ പ്രപ്പോസൽ ആദ്യം വരുന്നത്. ഈ പ്രപ്പോസൽ ആദ്യം വന്നപ്പോൾ തന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ അവകാശവാദമായി ഉന്നയിച്ചുകൊണ്ട് ഈ സ്ഥലം നഗരസഭയുടേതല്ല എന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി പരപ്പനങ്ങാടി മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുക്കുകയും ഈ കേസ് 2-3 വർഷങ്ങൾ നീണ്ട ശേഷം 2019 പുതിയ പ്രൊജക്റ്റ് കോട്ടക്കൽ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ വരുന്നത്. അതിൽ ഞങ്ങളെടുത്ത തീരുമാനം വെച്ചാൽ ആ പദ്ധതിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ വ്യക്തിയുടെ വാപ്പയുടെ പേര് ആ റോഡിനിടണം എന്നുള്ള കണ്ടീഷൻ്റെ മുകളിൽ നഗരസഭയും കൗൺസിലും എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോടതിയിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പാക്കി വെച്ചത്. നമ്മളിപ്പോൾ അടുത്ത് കണ്ടു, ആ റോഡുമായി ബന്ധപ്പെട്ട് അന്നത്തെ സെക്രട്ടറിയെ ഒരു സെക്രട്ടറി സസ്പെൻഡ് ചെയ്ത്. ഞാനിവിടെ ആധികാരികമായിട്ട് പറയുന്നു, ആ സെക്രട്ടറി ആ ഫയലിൽ ഒരിക്കൽ പോലും ഒപ്പിട്ടിട്ടില്ല. 2016 അദ്ദേഹമല്ല, 2019 പ്രൊജക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹമല്ല, 2019 വിവിധ സെക്രട്ടറിമാർ ആ ഫയൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വിവിധ AIമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വിവിധ AXമാർ ആ ഫയലുകളെ ചെക്ക് മെഷർ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഏതോ ഒരു സെക്രട്ടറി മാത്രം മനഃപൂർവ്വം കരുവേരി തയ്ച്ചതാണെന്നുള്ള സംശയമുണ്ട്. അതിന് സർക്കാരും വിജിലൻസ് അടക്കമുള്ള ആളുകൾ എന്തിൻ്റെ പേരിലാണ് ഇയാളെ മാത്രം സസ്പെൻഡ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന് പൈസ കൊടുത്തത് ഈ സെക്രട്ടറിയല്ല, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട വേറെ അലിയേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പാകെ വന്ന് അതൊക്കെ രമ്യതയിൽ പരിഹാരം കണ്ട് ഹൈക്കോടതിയുടെ തീർപ്പൊക്കെ കൽപ്പിച്ച കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 100% ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മേലിലാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.